നമസ്കാരം. ന്യൂസ് ബ്രേക്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പ്രതിയും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായ എ പത്മകുമാറിനെതിരായ നടപടി സസ്പെൻഷനിൽ ഒതുക്കി CPIM. ആത്മകഥയിൽ നേതാക്കൾക്കെതിരെ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും എന്ന സൂചനകൾക്ക് പിന്നാലെയാണ് പത്മകുമാറിനെ പുറത്താക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തിയതെന്നാണ് വിവരം. കടുത്ത നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ആവശ്യമുയർന്നിട്ടും ജില്ലാ കമ്മിറ്റി യോഗം നടപടി സസ്പെൻഷനിൽ ഒതുക്കുകയായിരുന്നു. പത്മകുമാറിനെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും സസ്പെൻഡ് ചെയ്തുവെന്ന് ഡോക്ടർ TM തോമസ് ഐസക് വ്യക്തമാക്കി. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി നേരത്തെ പത്മകുമാറിന് വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്തിനുള്ള മറുപടി പരിശോധിച്ചു. ആ മറുപടി തൃപ്തികരമല്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നതിനും വിശദമായിട്ട് ഉള്ള ചാർജ് ഷീറ്റ് കത്ത് നൽകുന്നതിനും തീരുമാനിച്ചു. അത് SITയുടെ റിപ്പോർട്ടിൻ്റെ കൂടി പരിശോധന അടിസ്ഥാനത്തിലായിരിക്കും അത്തരത്തിലുള്ള വിശദമായ വിശദീകരണം ആവശ്യപ്പെട്ടുള്ള കുറിപ്പ് നൽകാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും. ഇപ്പോൾ പാർട്ടിയിലെ എല്ലാ സ്ഥാനത്തു നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കും. നടപടിയെടുക്കാൻ വൈകിയില്ലെന്നും ജയിലിൽ വെച്ച് വിശദീകരണ നോട്ടീസ് കൊടുക്കാൻ കഴിയില്ലെന്നും CPIM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറഞ്ഞു. സർക്കാരിൻ്റെ കുറ്റപത്രം ഇതേവരെ കോടതി കൊടുത്തിട്ടില്ല. ആ കുറ്റപത്രം കൊടുത്താലുടൻ ആ കുറ്റപത്രം നോക്കിക്കൊണ്ട് ആ കുറ്റപത്രത്തിൻ്റെ ഗ്രാവിറ്റി പരിശോധിച്ചുകൊണ്ടായിരിക്കും അദ്ദേഹത്തിനെതിരെ ആ നടപടി അന്തിമ നടപടിയിലേക്ക് പോവുക. അതുകൊണ്ട് ആണ് അന്വേഷണ വിധേയമായിട്ട് ഇപ്പോൾ സസ്പെൻഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. SIT കൊടുക്കുന്ന കുറ്റപത്രത്തിൽ അദ്ദേഹത്തിന് അതിന് തക്കവണ്ണമുള്ള ഒരു കുറ്റം അദ്ദേഹം ചെയ്തിട്ടില്ലെങ്കിൽ അത് ഒരു നീതീകരിക്കാൻ കഴിയാത്ത കാര്യമായിട്ട് മാറും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ അന്വേഷണ വിധേയമായിട്ടുള്ള സസ്പെൻഷൻ. അദ്ദേഹത്തിൻ്റെ ആത്മകഥ എഴുതാനുള്ള എല്ലാ ജനാധിപത്യ അവകാശങ്ങളും ഉണ്ട്. അദ്ദേഹം ആത്മകഥ എഴുതട്ടെ. ഏറ്റവും ബെസ്റ്റ് സെല്ലറായിട്ട് ആത്മകഥ ലോകം മുഴുവൻ പോകട്ടെ. ഒരു പ്രശ്നം. ഷിജോ കുര്യൻ പത്തനംതിട്ടയിൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഷിജോ, പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കും എന്ന് ഏതാണ്ട് ഉറപ്പായി എന്ന ഘട്ടത്തിലാണ് ഏറ്റവും ഒടുവിൽ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ആ തീരുമാനം വരുന്നത്. സസ്പെൻഷൻ അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നേരത്തെ ഒരു സമ്മർദ്ദങ്ങൾക്കും പാർട്ടി വഴങ്ങില്ല എന്നൊക്കെയുള്ള സൂചനകൾ വന്നിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് അതുതന്നെയല്ലേ ഷിജോ? പ്രജിൻ, വളരെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പത്മകുമാർ പയറ്റിയ തന്ത്രങ്ങളിൽ അല്ലെങ്കിൽ ആ സമ്മർദ്ദങ്ങളിൽ പാർട്ടി വീണു എന്നുള്ളത് തന്നെയാണ്. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് പാർട്ടി ഇപ്പോൾ പത്മകുമാറിനെതിരായിട്ടുള്ള നടപടി വെറുമൊരു സസ്പെൻഷനിൽ ഒതുക്കിയിട്ടുള്ളത്. സാധാരണ നിലയിൽ പാർട്ടിയുടെ കീഴ്വഴക്കമനുസരിച്ചുകൊണ്ട് ഏറ്റവും കടുത്ത നടപടി എന്ന് പറയുന്നത് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളത് തന്നെയാണ്. പത്മകുമാറിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കും എന്നുള്ള വിവരങ്ങൾ ഇതിനോടൊപ്പം തന്നെ പുറത്തു വന്നിരുന്നതാണ്. ജില്ലാ സെക്രട്ടേറിയറ്റിലടക്കം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വിശദമായുള്ള ചർച്ചകൾ നടന്നിരുന്നു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക തന്നെ ചെയ്യണം എന്നുള്ള ആവശ്യമൊക്കെ ഉയർന്നു. പക്ഷേ അത് ജില്ലാ കമ്മിറ്റിയിലേക്ക് പോകുമ്പോൾ പത്മകുമാറിനെതിരെ നിലവിൽ പാർട്ടി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കേണ്ട നടപടി സ്വീകരിക്കേണ്ടതില്ല, അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. സംസ്ഥാന നേതൃത്വം പൂർണ്ണമായിട്ട് പത്മകുമാറിനെ തള്ളിപ്പറഞ്ഞിട്ടും ജില്ലാ നേതൃത്വം അങ്ങനെ പത്മകുമാറിനെ തള്ളിപ്പറയാൻ ഒരു ഘട്ടത്തിലും തയ്യാറായിട്ടില്ല എന്നുള്ളത് എടുത്തു കാണേണ്ടതാണ്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് പത്മകുമാറിനെ നിലവിൽ പാർട്ടിയുടെ എല്ലാ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തിയതിനൊപ്പം തന്നെ പാർട്ടിയിൽ നിന്ന് ഈ പറയുന്ന കാലയളവില്ലാതെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സാധാരണ നിലയിൽ ഈ പറയുന്നത് പോലെ 11 മാസത്തേക്കാണ് സസ്പെൻഷൻ സാധാരണ നിലയിൽ CPIMന്റെ കീഴ്വഴക്കം അനുസരിച്ചുകൊണ്ട് ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ പത്മകുമാറിന് ഒരു കാലയളവ് നിശ്ചയിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും SITയുടെ കുറ്റപത്രം വരുന്നതിനനുസരിച്ചായിരിക്കും മറ്റ് അന്തിമ കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ള കാര്യമാണ് കേന്ദ്ര കമ്മിറ്റി അംഗവും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ചുമതലയുള്ള ഡോക്ടർ തോമസ് ഐസക്കും അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമും പറയുന്നത്. ഒരു പക്ഷേ SITയുടെ കുറ്റപത്രത്തിൽ പത്മകുമാറിനെതിരെ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ ഇല്ല എങ്കിൽ ഇപ്പോൾ സ്വീകരിക്കുന്ന നടപടി അത് തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെടും. അല്ല എങ്കിൽ കുറ്റപത്രത്തിൽ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ ഉണ്ട് എങ്കിൽ ഇതിനപ്പുറത്തേക്കുള്ള വലിയ നടപടിയിലേക്ക് പോകും എന്നുള്ള കാര്യങ്ങൾ കൂടി ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമും ഡോക്ടർ TM തോമസ് ഐസക്കും പറയുകയും ചെയ്യുന്നു. നിലവിൽ എന്തായാലും പത്മകുമാർ ആത്മകഥയിലൂടെ പല കാര്യങ്ങളും തുറന്നു പറയും എന്ന് പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു പരിധിവരെ പാർട്ടി നേതൃത്വം വഴങ്ങി അല്ലെങ്കിൽ ആ സമ്മർദ്ദത്തിന് വഴങ്ങി എന്നുള്ളത് കൃത്യമായിട്ട് കാണേണ്ടി വരും. ശബരിമല യുവതീ പ്രവേശനം അതുപോലെ തന്നെ മറ്റു ബന്ധപ്പെട്ട വിവാദ വിഷയങ്ങളിലടക്കം പത്മകുമാർ ആത്മകഥയിലൂടെ പല കാര്യങ്ങൾ പറയും എന്ന് പറഞ്ഞിരുന്നു. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് യുവതീ പ്രവേശനവുമാണ്. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തനിക്കുമേൽ വലിയ തരത്തിലുള്ള സമ്മർദ്ദമുണ്ടായി, അതടക്കമുള്ള കാര്യങ്ങളിൽ പലരുടെയും പേര് പറയുമെന്നൊക്കെ പറഞ്ഞിരുന്നു. അത് ഇനി കൂടുതൽ വിവാദത്തിലേക്ക് പോകാതെ നിലവിൽ ഇപ്പോൾ ഉള്ളതിനെ ഒരു അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് നിലവിൽ നടപടി സസ്പെൻഷനിൽ ഒതുക്കിയിട്ടുള്ളത്. ഷിജോ കുര്യനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഓർഡിനറി ബസ്സിലെ എക്സ്ട്രാ ഓർഡിനറി യാത്ര.
കേരളത്തിന്റെ ഗതാഗത മേഖലയിൽ പുതുചരിത്രം. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കിനി സൗജന്യ യാത്ര. പ്രിയദർശിനി ബസ് യാത്രാ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. മുഖ്യമന്ത്രി, മന്ത്രിമാരും ഉദ്ഘാടന യാത്രയുടെയും ഭാഗമായി. ചേച്ചി ഒരു പെരുമാതുറ പ്രിയല്ലേ? ഈ സീറോ ടിക്കറ്റിലൂടെ സ്ത്രീകൾ സൗജന്യ യാത്ര തുടങ്ങുന്നു. UDF സർക്കാരിന്റെ അഭിമാന പദ്ധതി. സംസ്ഥാനത്തിന്റെ ഗതാഗത ചരിത്രത്തിൽ പുത്തൻ നാഴികക്കല്ല്. KSRTCയുടെ ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും ഇനി യാത്രയ്ക്ക് പണം വേണ്ട. വനിതകളുടെയും ട്രാൻസ്ജെൻഡേഴ്സിന്റെയും പ്രതിനിധികൾക്ക് സീറോ ടിക്കറ്റ് മുഖ്യമന്ത്രി കൈമാറി. സൗജന്യയാത്ര ഔദാര്യമല്ലെന്നും സ്ത്രീകൾക്കുള്ള ആദരവെന്നും മുഖ്യമന്ത്രി. ഞാൻ പറയുന്നു, ഈ പദ്ധതി ഈ സംസ്ഥാനത്തെ സർക്കാരിന് കേരളത്തിലെ സ്ത്രീകളോടുള്ള ആദരവായി നിങ്ങൾ കാണണം. ആദരവാണ്. സ്ത്രീകളെ ബഹുമാനിക്കാൻ ഒരു സമൂഹം പഠിക്കണമെന്നുള്ളൊരു സന്ദേശം കൂടിയാണ്. സംസ്ഥാനത്തിന്റെ ഗതാഗത മേഖലയിൽ വലിയ വഴിത്തിരിവെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. ഒരു വ്യത്യാസവുമില്ലാതെ ഏതൊരു സ്ത്രീക്കും ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഇല്ലാതെ യാതൊരു തരത്തിലുള്ള മുന്നൊരുക്കങ്ങളുമില്ലാതെ ധൈര്യമായി സ്വന്തം വീട്ടിൽ കയറി ചെല്ലാവുന്ന സ്വാതന്ത്ര്യത്തോടുകൂടി ഇനി KSRTC ഓർഡിനറി ബസ്സിൽ കയറി ചെല്ലാം. തമ്പാനൂരിൽ നിന്ന് ഓർഡിനറി ബസ്സിൽ കയറി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചരിത്രയാത്രയുടെ ഭാഗമായി. VP ഷീലയും ജയകുമാരിയും ഉദ്ഘാടന ബസിന്റെ ഡ്രൈവറും കണ്ടക്ടറുമായി. സന്തോഷവും അഭിമാനവുമെന്ന് ഇരുവരുടെയും പ്രതികരണം. വളരെ സന്തോഷം, അഭിമാനം. സാർ എന്നെ അന്വേഷിച്ച് എന്നെ കൊണ്ടുവന്നില്ലേ, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഒരു ചരിത്രം KSRTCയിൽ ആദ്യമായിട്ട്. അപ്പോൾ അതിന്റെ ഒരു ഭാഗമാകാൻ ഫസ്റ്റ് PFT ടിക്കറ്റ് അത് കൊടുത്തത്. സംസ്ഥാനത്തെ ഡിപ്പോകളിൽ മന്ത്രിമാരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ പ്രാദേശികതല ഉദ്ഘാടനങ്ങളും നടന്നു. UDF പ്രവർത്തകർ പായസം വെച്ചും മധുരം വിതരണം ചെയ്തും അഭിമാന പദ്ധതി ആഘോഷമാക്കി. പ്രിയദർശിനി പദ്ധതിക്ക് പരമാവധി പ്രചാരണം നൽകാനാണ് പാർട്ടി ഘടകങ്ങൾക്ക് KPCCയുടെ നിർദ്ദേശം. ചില സ്വപ്നയാത്രകൾ തുടങ്ങുന്നത് വിമാനത്തിലാകണമെന്നില്ല. അത് ഓർഡിനറി ബസ്സുകളിൽ കൂടിയാണ്. ഒരു വിഭാഗം സ്ത്രീകളുടെ ആത്മവിശ്വാസത്തിന്റെ നെടുന്തൂണുകൂടിയാകുന്നുണ്ട് ഈ യാത്ര. ക്യാമറമാൻ ഷൈജു ചാവശ്ശേരിക്കൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. അതേസമയം പ്രിയദർശിനി പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് പ്രതിപക്ഷം വിട്ടുനിന്നു. നേരത്തെ പറഞ്ഞതല്ല നടപ്പാക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ആൺപെൺ വ്യത്യാസമില്ലാതെ സൗജന്യയാത്ര അനുവദിക്കണമെന്ന നിർദ്ദേശവുമായി മുൻ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ രംഗത്തെത്തി. അതേസമയം പദ്ധതി ഏകപക്ഷീയവും വിവേചനപരവുമെന്ന് ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജിയുമെത്തി. ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് ആശ്വാസമാകുന്ന പ്രിയദർശിനി പദ്ധതിയെ പ്രതിപക്ഷം തുറന്നെതിർക്കുന്നില്ല. മുഴുവൻ ബസ്സുകളിലും പദ്ധതി നടപ്പാക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം. UDFന്റേത് വാഗ്ദാന ലംഘനമെന്നാരോപിച്ച് ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് പ്രതിപക്ഷം വിട്ടുനിന്നു. ഇല്ല, പങ്കെടുക്കുന്നില്ല. അതൊരു രാഷ്ട്രീയ തട്ടിപ്പാണ്. അന്ന് പറഞ്ഞ രീതിയിലല്ലല്ലോ ഇന്നിപ്പോൾ സൗജന്യ യാത്ര പരിപാടി തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാ ബസ്സിലും സൗജന്യയാത്ര നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന് പ്രതിപക്ഷം. സൗജന്യയാത്ര നല്ല കാര്യമല്ലേ, എല്ലാവർക്കും കൊടുക്കണം. സൗജന്യയാത്ര ഒരു ഗവൺമെന്റ് അധികാരത്തിലെത്തുമ്പോൾ അവരതിനു വേണ്ടി ചില കാര്യങ്ങൾ, ഓഫറുകൾ ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കും. അത് നടപ്പിലാക്കാൻ അവർ ബാധ്യസ്ഥരാണ്. മലയാളികളെ കൂട്ടത്തോടെ പറ്റിക്കുന്ന പരിപാടിയാണ് സൗജന്യയാത്രയെന്ന് BJP വിമർശനം. ഓർഡിനറി ബസ്സുകളിൽ ഭൂരിഭാഗവും ഒറ്റ ദിവസം കൊണ്ട് സിറ്റി ഫാസ്റ്റാക്കി സൗജന്യയാത്രാ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയെന്നാണ് BJPയുടെ ആരോപണം. മുഴുവൻ KSRTC ബസ്സുകളിലും സൗജന്യയാത്ര അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് BJP വിവിധയിടങ്ങളിൽ പ്രതിഷേധിച്ചു. തിരുവനന്തപുരം. സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ച് ഒരു മരണം കൂടി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന 7 വയസ്സുകാരനാണ് മരിച്ചത്. ഇതോടെ ഈ വർഷം സംസ്ഥാനത്ത് ഷിഗല്ല സ്ഥിരീകരിച്ച് മരിച്ചവരുടെ എണ്ണം 4 നിപ സ്ഥിരീകരിച്ച യുവാവിന്റെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ്. സംസ്ഥാനത്ത് ആശങ്കയായി ഷിഗല്ല വ്യാപനം തുടരുന്നതിനിടെയാണ് രോഗം സ്ഥിരീകരിച്ച 7 വയസ്സുകാരന്റെ മരണം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മാതൃശിശു കേന്ദ്രത്തിൽ ചികിത്സയിലായിരുന്ന
മലപ്പുറം കോഡൂർ സ്വദേശി ആർജവാണ് ഇന്ന് പുലർച്ചെ മരിച്ചത്. ഈ മാസം 12-നാണ് കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ഇതോടെ ഈ വർഷം സംസ്ഥാനത്ത് ഷിഗല്ല ബാധ സ്ഥിരീകരിച്ച് മരിച്ചവരുടെ എണ്ണം 4ആയി. കോഴിക്കോട്ട് 3 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ചങ്ങരോത്ത്, ഫറോക്ക്, പുതിയങ്ങാടി എന്നിവിടങ്ങളിലാണ് രോഗബാധ. തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ക്ലോറിനേഷൻ നടപടികൾ ഊർജിതമാക്കിയെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. വയനാട് ജില്ലയിലെ സ്കൂളുകളിലെ കിണറുകൾ പരിശോധിക്കുന്നുണ്ടെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. ഇത് മറ്റുള്ള സ്കൂളുകളിൽ നടക്കുന്നതായ പരിശോധനയും കാര്യങ്ങളും സീരിയസ് ആക്കി പൂർണ്ണതയിലെത്തിക്കാനുള്ളതായ നടപടി ഇതിന്റെ ഭാഗമായി സ്വീകരിക്കും. ഇത് വളരെ അലാമിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ. കോഴിക്കോട് നിപ്പ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശിയായ 43-കാരന്റെ ആരോഗ്യനിലയും മാറ്റമില്ലാതെ തുടരുകയാണ്. മെഡിക്കൽ കോളേജിലെ ഐസൊലേഷൻ വാർഡിൽ വെന്റിലേറ്ററിലാണ് രോഗി. സമ്പർക്ക പട്ടികയിൽ 103 പേരുണ്ടെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഇത് ഒരാൾക്ക് പോലും ഈ രോഗി ഒഴിച്ച് ബാക്കി ഒരാൾക്ക് പോലും സ്ഥിരീകരിച്ചിട്ടില്ല. ഇപ്പോഴും ടെസ്റ്റ് നടത്തുന്നുണ്ട്. ഞങ്ങൾ ടെസ്റ്റ് വ്യാപിപ്പിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അത് മറച്ചു വയ്ക്കാനല്ല, ടെസ്റ്റ് വ്യാപിപ്പിക്കുന്നുണ്ട്. ഇതുവരെയായിട്ട് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. ഞാൻ ഇത് കൺട്രോൾഡാണ്. എന്താണ് ഈ പ്രതിപക്ഷത്തിന് ഇത് വ്യാപിക്കാനാണോ അവരാഗ്രഹിക്കുന്നത്? മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന ശേഷം രോഗിക്ക് ഒരു ഡോസ് കൂടി മോണോക്ലോണൽ ആന്റിബോഡി നൽകുന്നത് പരിശോധിക്കും. 24 കോഴിക്കോട്. എന്തായാലും ഈ നിപ കേസുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റ് കൂടി ഇപ്പോൾ വരുന്നു. 2ാം ഡോസ് മോണോക്ലോണൽ ആന്റിബോഡി നിപ ബാധിതന് നൽകിയിട്ടുണ്ട് എന്നാണ് ആരോഗ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ അപ്ഡേറ്റുകൾ പുറത്തുവരുന്നത്. ഒപ്പം സമ്പർക്ക പട്ടികയിലുള്ള ആരോഗ്യ പ്രവർത്തകരുടെ 2ാം ഫലവും നെഗറ്റീവായെന്ന ആശ്വാസ വാർത്ത. മറ്റൊരു ആശ്വാസ വാർത്ത കൂടിയുണ്ട്. നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന 7 പേരിൽ രോഗിയുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളായ 2 പേരെ രോഗലക്ഷണങ്ങൾ മാറിയതിനെ തുടർന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട് എന്ന വാർത്ത കൂടി ഇപ്പോൾ വരികയാണ്. 3 മാസത്തിലേറെ നീണ്ട യുദ്ധത്തിന് അന്ത്യം കുറിച്ച് അമേരിക്ക ഇറാൻ സമാധാന കരാറിൽ ധാരണയായി. ഇറാനുമായി കരാറിലെത്തിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ഹോർമുസ് കടലിടുക്ക് ടോൾ രഹിതമായി തുറക്കാനും ഇറാന്റെ തുറമുഖങ്ങൾക്കുമേലുള്ള ഉപരോധം നീക്കം ചെയ്യുന്നതിനും ട്രംപ് അംഗീകാരം നൽകി. കരാർ വെള്ളിയാഴ്ച ജനീവയിൽ വെച്ച് ഒപ്പിടുമെന്ന് ഇറാൻ സ്ഥിരീകരിച്ചു. സമാധാന കരാറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫാണ് ഇറാൻ അമേരിക്ക കരാറിനെക്കുറിച്ച് ആദ്യം എക്സിലൂടെ അറിയിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വിവരം ട്രൂത്ത് സോഷ്യലിലൂടെ സ്ഥിരീകരിക്കുകയായിരുന്നു. ഹോർമുസ് കടലിടുക്ക് ടോൾ രഹിതമായി തുറക്കുന്നതിന് അംഗീകാരം നൽകുന്നതായും ഇറാന്റെ തുറമുഖങ്ങൾക്കുമേലുള്ള അമേരിക്കൻ ഉപരോധം ഉടനടി നീക്കം ചെയ്യുന്നതിന് അംഗീകാരം നൽകുന്നതായും ട്രംപ് വ്യക്തമാക്കി. ലോകത്തിലെ കപ്പലുകളെ നിങ്ങളുടെ എഞ്ചിനുകൾ സ്റ്റാർട്ട് ചെയ്യൂ, എണ്ണ ഒഴുകട്ടെ എന്നായിരുന്നു ട്രംപിന്റെ ആഹ്വാനം. അമേരിക്കയുമായി ധാരണയിലെത്തിയതായി ഇറാൻ ദേശീയ സുരക്ഷാ കൗൺസിലും സ്ഥിരീകരിച്ചു. ധാരണാപത്രം ജൂൺ 19 ഔദ്യോഗികമായി ഒപ്പിടുമെന്നും ഇറാന്റെ ദേശീയ സുരക്ഷാ കൗൺസിൽ അറിയിച്ചു. സ്വിറ്റ്സർലൻഡിൽ ഔദ്യോഗികമായി കരാർ ഒപ്പുവെക്കുമെന്നും അമേരിക്കയും ഇറാനും തമ്മിൽ എല്ലാ യുദ്ധമുഖങ്ങളിലും സൈനിക നടപടികൾ അവസാനിപ്പിച്ചതായും പാക് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. ലെബനോണിലും സൈനിക നടപടി അവസാനിപ്പിച്ചതായി ഷഹബാസ് ഷെരീഫ് അറിയിച്ചു. ഖത്തറിനും സൗദി അറേബ്യയ്ക്കും തുർക്കിക്കും ഷഹബാസ് ഷെരീഫ് നന്ദി രേഖപ്പെടുത്തി. കരാർ യാഥാർത്ഥ്യമാക്കാൻ സഹായിച്ച ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എന്നിവരെ ട്രംപ് പ്രശംസിച്ചു. അതേസമയം അവസാന നിമിഷം ബോംബാക്രമണം നടത്തി കരാർ തകർക്കാൻ ശ്രമിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ട്രംപ് രൂക്ഷമായി വിമർശിച്ചു. സമാധാന കരാർ നിർണായക ചുവടുവയ്പ് എന്ന് UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ്. 107 ദിവസം നീണ്ട യുദ്ധത്തിനാണ് കരാർ നിലവിൽ വരുന്നതോടെ അവസാനമാകുന്നത്. സമാധാന കരാർ പ്രഖ്യാപിച്ച അതേ ദിവസം തന്നെ ലോകകപ്പിനായി ഇറാൻ ഫുട്ബോൾ ടീം അമേരിക്കയിലെത്തി. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഹോർമുസ് കടലിടുക്കിന് സമീപം വാണിജ്യ കപ്പലിന് നേരെ വീണ്ടും ആക്രമണമുണ്ടായി. കപ്പലിലുണ്ടായിരുന്ന 21 ഇന്ത്യക്കാരും സുരക്ഷിതരാണ്. ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്നത് 325 ഇന്ത്യൻ നാവികരെന്ന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം വ്യക്തമാക്കി. ഒമാൻ തീരത്ത് മുങ്ങിയ കപ്പലിലെ ഇന്ത്യക്കാർ ഉടൻ നാട്ടിലേക്ക് മടങ്ങും. മറ്റൊരു വാർത്തയിലേക്ക്. കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത് ദീപയ്ക്ക് നേരെ ആക്രമണം. ജയ്പൂരിലെ പ്രതിഷേധ പരിപാടിക്കിടയിൽ 2 യുവാക്കൾ അഭിജിത് ദീപ്കയുടെ മുഖത്തടിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ശാരീരിക ആക്രമണങ്ങൾ ഭീരുത്വത്തിന്റെ അടയാളമെന്നായിരുന്നു അഭിജിത് ദീപ്കയുടെ പ്രതികരണം. സമാധാനപരമായി ശബ്ദമുയർത്തുന്നത് തുടരുമെന്നും താൻ ഗാന്ധിയുടെയും അംബേദ്കറുടെയും അനുയായിയാണെന്നും അഭിജിത് ദീപ്കെ പറഞ്ഞു. ആ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം.
PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. അരവിന്ദ്, പലപ്പോഴായി ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ടേക്കും അഭിജിത് ദീപ്കെ പൊതുയിടങ്ങളിൽ എന്നൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു. അതിപ്പോൾ യാഥാർത്ഥ്യമാകുന്നു. പരിക്ക് സാരമുള്ളതാണോ? എന്താണ് അവിടെ ഉണ്ടായത്? പ്രജിൻ, CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെതിരെയാണ് ഇപ്പോൾ ഒരു ആക്രമണം ഉണ്ടായത്. ജയ്പൂരിൽ വെച്ചാണ് ഈ ആക്രമണം നടത്തുന്നത്. നമുക്കറിയാം, വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കോക്രോച്ച് ജനതാ പാർട്ടി പ്രതിഷേധം നടത്തിയിരുന്നു. ഈ പ്രതിഷേധങ്ങളുടെ ഭാഗമായിട്ടാണ് ജയ്പൂരിലേക്ക് എത്തുകയും ആ പ്രതിഷേധങ്ങൾക്കിടയിൽ അഭിജിത് ദീപ്കെതിരെ ഒരു ആക്രമണം ഉണ്ടാവുകയും ചെയ്തത്. അവിടെ എത്തിയ അഭിജിത് ദീപ്കെയെ പ്രവർത്തകർ തോളിലേറ്റി കൊണ്ടുപോകുന്ന ഒരു വേളയിലാണ് സമീപത്തുണ്ടായിരുന്ന 2 യുവാക്കൾ അഭിജിത് ദീപ്കെയെ ആക്രമിക്കുന്നത്. അഭിജിത് ദീപ്കെയുടെ മുഖത്ത് മാറി മാറി മർദ്ദിക്കുന്നതെല്ലാം നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. എന്തായാലും ഈ 2 യുവാക്കളെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവരെ ചോദ്യം ചെയ്ത് വരികയാണെന്നതാണ് ജയ്പൂർ പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇവർ ഏതെങ്കിലും സംഘടനയുടെ ഭാഗമാണോ, അല്ലെങ്കിൽ എന്തിനാണ് ഇവർ അവിടേക്ക് എത്തി അഭിജിത് ദീപ്കെയെ മർദ്ദിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക എന്നതാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഒരു പ്രതികരണം അഭിജിത് ദീപ്കെയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഈ അത്തരം ആക്രമണങ്ങൾ അത് ഭീരുത്വത്തിന്റെ ലക്ഷണമെന്നതാണ് അഭിജിത് ദീപ്കെ വ്യക്തമാക്കിയിരിക്കുന്നത്. തന്റെ പ്രതിഷേധം തുടരുമെന്നും അഭിജിത് ദീപ്കെ അറിയിച്ചിട്ടുണ്ട്. PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വെൽക്കം ബാക്ക്. ന്യൂസ് ബ്രേക്സ് തുടരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ ദേവസ്വം മന്ത്രി K മുരളീധരൻ സ്വർണ്ണക്കൊള്ളയിൽ പങ്കുള്ള ഉദ്യോഗസ്ഥരെ ദേവസ്വം ബോർഡ് ഉന്നത സ്ഥാനങ്ങളിൽ നിയോഗിച്ചു. തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ ദേവസ്വം ബോർഡിനും കൊള്ളയിൽ പങ്കുള്ളതായി കണക്കാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഞാൻ മിഞ്ഞാന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കത്ത് നൽകി. സ്വർണ്ണക്കൊള്ളയിൽ പങ്കുപറ്റിയവരെ മർമ്മസ്ഥാനത്ത് വെച്ചുകൊണ്ടുള്ള ഉത്തരവ് അത് നടപ്പാക്കരുത്, പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതവർ നടപ്പാക്കുന്നില്ലെങ്കിൽ സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന് ഇത് തുടർച്ചയാണല്ലോ. LDF സർക്കാരിൻ്റെ ഭാഗമായിട്ടാണല്ലോ. ജയകുമാർ എന്ന് പറഞ്ഞാൽ തികച്ചും നിഷ്പക്ഷനായിട്ടൊരു ആളായതുകൊണ്ടാണ് ഞങ്ങളൊന്നും പ്രതികരിക്കാതിരുന്നത്. തിരുവനന്തപുരത്ത് അഭയകേന്ദ്രത്തിൽ ഭിന്നശേഷിക്കാരനായ കുട്ടിയോട് ക്രൂരത. 13-കാരനെ കയറിൽ കെട്ടിയിട്ട് അധികൃതർ. രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ കെട്ടിയിട്ടതാണെന്ന് ശ്രീകാരുണ്യ മിഷൻ ചാരിറ്റബിൾ സ്കൂൾ സൊസൈറ്റി അധികൃതർ വിശദീകരിക്കുന്നു. സംഭവത്തിൽ CWC ചെയർമാൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. FIFA ലോകകപ്പിൽ കരുത്തരായ സ്പെയിനും ബെൽജിയത്തിനും ഇന്ന് മത്സരമുണ്ട്. സ്പെയിൻ രാത്രി 9:30 നടക്കുന്ന കളിയിൽ കേപ്പ് വേർദിയെ നേരിടും. രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ ബെൽജിയത്തിന്റെ എതിരാളികൾ ഈജിപ്താണ്. ഇതോടെ ന്യൂസ് ബ്രേക്സ് പൂർത്തിയാവുന്നു. ഇനി പൊതുജനം കഴുതലെ സാർന്ന പരിപാടിയുമായി B. ദിലീപ് കുമാർ ചേരും.